Good morning. നമുക്കപ്പോ ഇന്ന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ പ്രോബ്ലംസ്, പ്രോഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, എക്സ്പോണന്റ്, ലോഗരിതം, പവർ, ജനറലൈസ്ഡ് പവർ, ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, z ഈക്വൽ ടു 8x plus 15y into 12x minus 7y. ഇന്നത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ അത് സാധാരണ സം റൂളിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് മാറും. എന്നിട്ട് അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാം. കൂടുതലും മിക്കവാറും ക്വസ്റ്റ്യന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടാവും യൂസിങ് പ്രോഡക്റ്റ് റൂൾ എന്ന്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ ആ പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം നോക്കാം. രണ്ട് വേരിയബിൾസ് എക്സും വൈയും ആണ്. അപ്പൊ നമുക്ക് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സെഡ് എക്സും സെഡ് വൈയും കണ്ടുപിടിക്കണം. അതിന് പ്രോഡക്റ്റ് റൂൾ എന്താണ്? Dou z by dou x equal to first function f of x into dou g by dou x plus dou f by dou x into g of x. ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സം മാറ്റി എഴുതാം, അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ dou z by dou y. ഈ റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഞാൻ dou z by dou x ന് zx എന്നുള്ള നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. zx ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവിടെ 8x plus 15y എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫംഗ്ഷൻ, ഇൻറ്റു 12x minus 7y എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യം എഴുതണം, 8x plus 15y ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 12x minus 7y. ഇതിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ 12 എന്നുള്ള കോൺസ്റ്റന്റ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ എന്താ ഇവിടെ വരിക? 12 എന്ന് വരും. മൈനസ് 7 ബൈ എക്സിനെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് എഴുതണ്ട. പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഡോ എഫ് ബൈ ഡോ എക്സ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ 8x ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് 8 എന്ന് വരും. 15y ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ എഴുതുക അല്ലെ. സോ 12x മൈനസ് 7y. ഇതിൽ ചെയ്യാവുന്ന സിംപ്ലിഫിക്കേഷൻസ് നമ്മൾ ചെയ്യണം. 8 into 12, 96x plus 15y into 12, 180y plus 8 into 12, 96x minus 8 into 7, 56y equal to 96 plus 96, 192x, 180 minus 56. So 124y. ഇതാണ് സെഡ് എക്സ് വരുന്നത്. ഇതുപോലെ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? സെഡ് വൈ കൂടി കണ്ടുപിടിക്കണം. സെഡ് വൈ ഈക്വൽ ടു 8x plus 15y ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷനിൽ 12xന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. വൈയുടെ കോഎഫിഷ്യന്റ് ആയ -7 ആണ് ഇവിടെ വരുന്നത്. പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, അപ്പൊ അതിൽ ഏതാ വരിക? 15 എന്ന് വരും. ഇൻറ്റു 12x minus 7y ഈക്വൽ ടു 8 into -7, അപ്പൊ -56x ആണ് വരുന്നത്. പ്ലസ് വീണ്ടും 15 into -7 ആണ് വരുന്നത് അല്ലെ. ഈ പ്ലസും മൈനസും കൂടി മൈനസ് ആവും. 15 into 7, 105y പ്ലസ് 15 into 12, 180x minus 15 into 7. So 105y equal to minus 56x plus 180. എത്ര വരും? 124x minus 105 minus 105. So 210y. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. പ്രോഡക്റ്റ് റൂളിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു കേട്ടോ അത്. പ്രോഡക്റ്റ് റൂള് ഒരെണ്ണം കൂടി ചെയ്യാം അല്ലെ. z ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് 5y ഇൻറ്റു 3x പ്ലസ് 2y ക്യൂബ്. നമുക്ക് zx ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ 4x സ്ക്വയർ മൈനസ് 5y ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷനിൽ എക്സിന്റെ ഡെറിവേറ്റീവ്, ഇവിടെ ഒരു ടേം എക്സ് ഉള്ളതുള്ളൂ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. പ്ലസ് 3x പ്ലസ് 2y ക്യൂബ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷനിൽ എക്സിന്റെ ഡെറിവേറ്റീവ്, ഇവിടെ എന്താ വരിക? 4 ഉണ്ട്,
എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും അല്ലെ. സോ 4 into 2x എന്ന് പറയുമ്പോൾ 8x എന്ന് വരും. ഈ ടേമിൽ എക്സ് ഇല്ല. ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. സോ 12x സ്ക്വയർ മൈനസ് 15y പ്ലസ് 8 into 3 24x into x ഉണ്ട് അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ എന്നാവും. പ്ലസ് 8 into 2 16xy³ എന്ന് വരും. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയറിന്റെ രണ്ട് ലൈക്ക് ടേംസ് ഉള്ളതുകൊണ്ട് അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 12x square plus 24x square gives 36x square minus 15y plus 16xy³. ഇതാണ് zx ന്റെ വാല്യൂ വരുന്നത്. zy equal to ഫസ്റ്റ് ഫംഗ്ഷൻ 4x square minus 5y into സെക്കൻഡ് ഫംഗ്ഷനിൽ വൈയുടെ ഡെറിവേറ്റീവ് 3x ന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. 2y³ ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 into y³ ന്റെ ഡെറിവേറ്റീവ് 3y² എന്ന് വരും അല്ലെ. സോ 2 into 3 6y² എന്നാണ് ഇതിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. പ്ലസ് 3x plus 2y³ into ഫസ്റ്റ് ഫംഗ്ഷനിൽ വൈയുടെ ഡെറിവേറ്റീവ്. ഇവിടെ y ഇല്ല, ഇവിടെയാണ് y ഉള്ളത്. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് -5 എന്ന് കിട്ടും. ഈക്വൽ ടു 4 into 6 24x square y² minus 5 into 6 30 y-യും y²ഉം. അപ്പൊ അത് y³ എന്നാവും. പ്ലസ് 3 into -5. അപ്പൊ എനിക്ക് പ്ലസ് അല്ല മൈനസ് ആണ് വരാൻ പോണെ. -15x അഗെയിൻ മൈനസ് സൈൻ ആണ് അല്ലെ. 2 into -5 അപ്പൊ -10y³. ഇവിടെ y³ രണ്ട് ലൈക്ക് ടേംസ് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ 24x square y² minus 15x minus 30y³ minus 10y³ രണ്ടും കൂടി ചേർക്കുമ്പോൾ 40y³. ഇതാണ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. ഇനി അടുത്ത ഈ എക്സാമ്പിൾ പ്രോബ്ലത്തില് ക്വസ്റ്റ്യനിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഫൈൻഡ് ഓൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ രണ്ടെണ്ണം അല്ല 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരുന്നുണ്ട് അല്ലെ. w,x,y അങ്ങനെ 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ല, ഇവിടെ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെ നമുക്ക് വേരിയബിൾസ് എടുക്കാം അല്ലെ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ എടുക്കാം. അപ്പൊ ആദ്യം പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w കണ്ടുപിടിക്കാം. സോ zw ഈക്വൽ ടു ഇവിടെയും രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w ആണ് എനിക്ക് വേണ്ടത് അല്ലെ. ഇപ്പൊ 7 into w² ഡെറിവേറ്റീവ് 2w. ഇപ്പൊ 7 into 2w എന്ന് പറയുമ്പോൾ 14w എന്ന് വരും. ഇവിടെ ഒന്നും w ഇല്ല അല്ലെ. ഇത് x⁴ ആണ് കേട്ടോ, ടൈപ്പ് എറർ പറ്റിയതാണ്. ഈ രണ്ട് ടേംസിലും w ഇല്ല. ഓക്കെ, ഇനി എന്ത് വരും? പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ലേ w ഉള്ളത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 5 വരും. 5 into സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതാം. 7w² plus 9x⁴ minus 2y⁵. ഇതില് ചെയ്യാവുന്ന സിംപ്ലിഫിക്കേഷൻസ് നമ്മൾ ചെയ്യണം. സോ 14 into 5 70, w into w വരുമ്പോൾ w² minus 14 into 3 42 x w plus 14 into 8 112 y w plus ഇനി 5 into 7 35w², 5 into 9 45 x⁴, 5 into -2 -10 y⁵. ഇവിടെ നമ്മൾ നോക്കിയാൽ രണ്ട് ലൈക്ക് ടേംസ് ഉണ്ട് അല്ലെ. 70w² 70w² അവർ ലൈക്ക് ടേംസ് ആണ്, ബാക്കിയൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് മാത്രമേ എനിക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടൂ. 70 plus 35 ചെയ്യുമ്പോൾ 105w² minus 42xw plus 112yw plus 45x⁴ minus 10y⁵.
ഇതാണ് സെഡ് ഡബ്ല്യുവിന്റെ വാല്യൂ വരിക. ഇതുപോലെ നമുക്ക് സെഡ് എക്സും സെഡ് വൈയും കണ്ടുപിടിക്കണം. സെഡ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ 5w മൈനസ് 3x പ്ലസ് 8y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്. ഈ രണ്ട് ടേംസിലും എക്സ് ഇല്ല, ഇവിടെയാണ് നമുക്ക് എക്സ് ഉള്ളത്. 9x⁴. 9 കോൺസ്റ്റന്റ്, x⁴ ഡെറിവേറ്റീവ് 4x³ എന്ന് വരും അല്ലെ. അപ്പൊ 9 × 4 36x³ എന്നാണ് ഡെറിവേറ്റീവ് വരുന്നത്. പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ മാത്രമാണ് എക്സ് ഉള്ളത്, അതിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് -3. അപ്പൊ -3 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതാം. 7w² പ്ലസ് 9x⁴ മൈനസ് 2y⁵ ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യണം. 36 ഇൻറ്റു 5 180 wx³. അടുത്ത ടേം എന്താ വരിക? -3 ഇൻറ്റു 36 മൈനസ് 108 x ഇൻറ്റു x³ x⁴ പ്ലസ് 36 ഇൻറ്റു 8 ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ 288 x³ y. ഇനി ഇവിടെ -3 കൊണ്ട് ഈ ടേംസിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 ഇൻറ്റു 7 21. അപ്പൊ -21 w². 3 ഇൻറ്റു 9 27. അപ്പൊ -27 x⁴ -3 ഇൻറ്റു -2. അപ്പൊ അവിടെ പ്ലസ് ആവും 6y⁵. ഇവിടെ ലൈക്ക് ടേംസ് ഏതാ ഉള്ളത് നോക്കണം. നമുക്ക് x⁴ രണ്ട് ടേംസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് മാത്രം സിംപ്ലിഫൈ ചെയ്യണം. സോ 180 wx³ മൈനസ് 108 27. സോ രണ്ട് മൈനസ് ആണ്, അപ്പൊ ആഡ് ആണ് ചെയ്യേണ്ടത്. 135 x⁴ പ്ലസ് 288 x³ y മൈനസ് 21 w² പ്ലസ് 6y⁵. അപ്പൊ നമുക്ക് സെഡ് എക്സ് ആയി. ഇനി ഏത് കണ്ടുപിടിക്കണം? സെഡ് വൈയും കൂടി കണ്ടുപിടിക്കണം. സെഡ് വൈ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അത് തന്നെ എഴുതി 5w മൈനസ് 3x പ്ലസ് 8y ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നോക്കി ചെയ്യാം. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേംസിലും വൈ ഇല്ല. -2 ഇൻറ്റു y⁵ ഡെറിവേറ്റീവ്. y⁵ ഡെറിവേറ്റീവ് 5y⁴ എന്ന് വരും. അപ്പൊ 2 ഇൻറ്റു 5 ചെയ്താൽ 10y⁴. അതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഇവിടെ മാത്രമാണ് y ഉള്ളത് അല്ലെ. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് 8 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ 7w² പ്ലസ് 9x⁴ മൈനസ് 2y⁵ ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 into 10 50 w⁴ മൈനസ് 30x⁴ പ്ലസ് 80 y into y⁴ y⁵ പ്ലസ് 8 into 7 56 w². 8 into 9 72 x⁴. 8 into -2. So -18 y⁵. ഇവിടെ yക്ക് രണ്ട് ലൈക്ക് ടേംസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈക്വൽ ടു 50 w⁴ മൈനസ് 30x⁴. 80 മൈനസ് 18 എന്നാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ മാറിപ്പോയിട്ടുണ്ട് അല്ലെ. -2 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ കറക്റ്റ് ചെയ്യണം. -10y⁴ ആണ് ഡെറിവേറ്റീവ്. -10y⁴ ആണ്. അപ്പൊ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും കേട്ടോ. കറക്ഷൻ നോട്ട് ചെയ്യണേ. അപ്പൊ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. അപ്പൊ -80 -18 എന്നാണ്. സോ -98y⁵ പ്ലസ് 56w² പ്ലസ് 72x⁴. ഇവിടെ 16 ആണ്. ഇവിടെ 16 ആവുമ്പോ ഇവിടെ -96 ആണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രോഡക്റ്റ് റൂളിൽ വരുന്ന പ്രോബ്ലംസ്. അടുത്തത് കോഷ്യന്റ് റൂളിന്റെ ക്വസ്റ്റ്യൻ. കോഷ്യന്റ് റൂൾ എന്തായിരുന്നു? നമുക്ക് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കോഷ്യന്റ് റൂൾ എഴുതി വെക്കാം. ∂z by ∂x ഈക്വൽ ടു
ഇത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ ജി ഓഫ് എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ കോഷ്യൻ റൂൾ വരുന്നത്. ഇത് കോഷ്യൻ റൂളിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ സെഡ് എക്സ് ഏത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ഈക്വൽ ടു ഡിനോമിനേറ്റർ 9x minus 4y into ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ 14 മൈനസ് 14x ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 9xന്റെ ഡെറിവേറ്റീവ് അല്ലെ, അപ്പൊ ഏതാ വരിക 9 ഡിവൈഡഡ് ബൈ 9x മൈനസ് 4y ഹോൾ സ്ക്വയർ ഈക്വൽ ടു ന്യൂമറേറ്റർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 14 into 9 126x minus 14 into 4 56y minus 14 into 9 126x divided by 9x minus 4y whole square. 126 minus 126x cancel ചെയ്തു പോകും. So this is equal to minus 56y by 9x minus 4y whole square ആണ് വരിക. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ എക്സ്. ഇനി എന്ത് വേണം, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്യണം. സോ ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡിനോമിനേറ്റർ 9x minus 4y ഇൻറ്റു ഇവിടെ ന്യൂമറേറ്റർ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അത് ഫുൾ ആയിട്ട് എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്. അപ്പൊ വൈനെ സംബന്ധിച്ച് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു വൈ 14xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 0 എന്നാണ് വരുന്നത്. ഓക്കെ, മൈനസ് 14x ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് വരുന്നത് -4 ഡിവൈഡഡ് ബൈ 9x minus 4y ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ ടേം അങ്ങനെ തന്നെ 0 ആയിട്ട് പോയി. -14 ഇൻറ്റു 4 into -4. ഇതെന്താവും 56x divided by 9x minus 4y whole square. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. വീണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ തന്നെ എക്സിനും വൈക്കും പവർ വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാം. സെറ്റ് എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 5x minus 2y into ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 4 into എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2x എന്ന് വരും അല്ലെ. സോ 4 into 2x എന്ന് പറയുമ്പോൾ 8x. ഇവിടെ എക്സ് ഇല്ല, അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. മൈനസ് 4x സ്ക്വയർ പ്ലസ് 3y ക്യൂബ് ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് 5 ഡിവൈഡഡ് ബൈ 5x minus 2y whole square equal to multiplication ചെയ്യണം. 5 into 8 40x square minus 16xy minus 2 into 8, then minus 4 into 5, so minus 20x square, minus sign ഉണ്ട് 3 into 5, so minus 15y cube divided by 5x minus 2y whole square. ഈ ഡിനോമിനേറ്ററിനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 40x square minus 20x square, അപ്പൊ അത് 20x square ആവും. ബാക്കി രണ്ടും അൺലൈക്ക് ടേംസ് ആണ് അല്ലെ, അപ്പൊ അത് അതുപോലെ തന്നെ എഴുതാം. minus 16xy minus 15y cube divided by 5x minus 2y whole square. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത്. ഇനി ZY equal to denominator 5x minus 2y into ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 3 into y ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത് അല്ലെ. y ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ, അപ്പൊ 3 into 3 എടുക്കുമ്പോൾ 9y സ്ക്വയർ എന്ന് വരും. മൈനസ് ന്യൂമറേറ്റർ 4x സ്ക്വയർ പ്ലസ് 3y ക്യൂബ് into ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ ഇവിടെ -2 എന്നാണ് വരിക. -2 ഡിവൈഡഡ് ബൈ 5x minus 2y whole square equal to പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ 5 into 9 45
xy square minus 2 into 9, 18 y-യും y സ്ക്വയറും. അപ്പൊ y ക്യൂബ് മൈനസ് ഇവിടെ ഈ മൈനസും പിന്നെ ഇവിടെ -2 കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അല്ലെ. അപ്പൊ അത് രണ്ടും കൂടി പ്ലസ് ആവും. 4 into 2 8x square, 3 into 2 6y cube divided by 5x minus 2y whole square equal to like terms ഉണ്ട് അല്ലെ. ഇപ്പൊ സിംപ്ലിഫിക്കേഷൻ വേണം. 45xy square minus 18y cube plus 6y cube. So minus 12y cube plus 8x square divided by 5x minus 2y whole square. അതാണ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഇനി കോഷ്യൻ റൂളിന്റെ കേസിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3 ഫംഗ്ഷൻസ് വരുന്ന ടൈപ്പ് ചോദിക്കാം. അങ്ങനത്തെ എക്സാമ്പിൾ ആണിത്. അപ്പൊ ഇവിടെ നമുക്ക് 3 എണ്ണം ചെയ്യേണ്ടി വരും. ZW equal to denominator 7w minus 2x plus 3y into ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w അത് 4 എന്ന് വരും മൈനസ് 4w plus 9x minus 2y into ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w ചെയ്യുമ്പോൾ 7 divided by 7w minus 2x plus 3y whole square equal to മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. ഇവിടെ വരുന്നത് 7 into 4 28w, ഇവിടെയോ മൈനസ് 4 into 7 28 തന്നെ. അപ്പൊ 28w മൈനസ് 28w എന്ന് വരും. അപ്പൊ w-ന്റെ ടേം ക്യാൻസൽ ചെയ്ത് പോകും. എക്സിന്റെയോ മൈനസ് 2 into 4 അപ്പൊ മൈനസ് 8x ഇവിടെ നിന്ന് വന്നു മൈനസ് 9 into 7 9 into 7 63x ഇവിടെ നിന്ന് വന്നു. ഇവിടെ ഒരു 63 മൈനസ് 63 മൈനസ് 8 രണ്ടും കൂടി കൂട്ടുമ്പോ മൈനസ് 71x. പിന്നെ വൈയുടെ ടേമോ 3 into 4 12y മൈനസ് മൈനസും ഈ മൈനസും കൂടി ഇപ്പൊ പ്ലസ് ആവും അല്ലെ. പ്ലസ് 2 into 7 14. 12y plus 14y എന്നാണ് വരുന്നത്. സോ പ്ലസ് 26y divided by 7w minus 2x plus 3y whole square. Partial derivative with respect to w. Partial derivative with respect to x വരുമ്പോ എന്ത് വരും 7w minus 2x plus 3y into ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ഇവിടെ ഇതിന് മാത്രമാണ് എക്സ് ഉള്ളത് അല്ലെ. എക്സിന്റെ കോഎഫിഷ്യന്റ് 9 മൈനസ് ന്യൂമറേറ്റർ 4w plus 9x minus 2y into ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് -2 ആണ്. സോ ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ 7w minus 2x plus 3y whole square. നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുണ്ട്. 7 into 9 63w. ഇവിടെയോ ഈ മൈനസും കൂടി പ്ലസ് ആവും. 4 into 2 8. 63 plus 8 71w. ഇനി മൈനസ് 18x പ്ലസ് 18x അത് രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എക്സിന്റെ ടേം ഇല്ല. പിന്നെ ഏതാ വരിക 3 into 9 27. ഈ മൈനസ് ഓൾറെഡി പോയിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പൊ -4y എന്ന് വരും. 27 minus 4. So 23y divided by 7w minus 2x plus 3y whole square. അപ്പൊ രണ്ടാമത്തെ പാർഷ്യൽ ഡെറിവേറ്റീവുമായി ഇനി നമുക്ക് ഏത് കൂടി വേണം ZY കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഈക്വൽ ടു 7w minus 2x plus 3y into ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഇവിടെ കോഎഫിഷ്യന്റ് വരുന്നത് -2 ആണ്. മൈനസ് ഡിനോമിനേറ്റർ എന്ത് വരും, അടുത്ത ടേം എന്ത് വരും, ന്യൂമറേറ്റർ, അതായത് 4w plus 9x minus 2y into ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു 3 എന്ന് വരും. ഡിവൈഡഡ് ബൈ 7w minus 2x plus 3y whole square equal to
7 into -2. അപ്പൊ -14 വന്നു. പിന്നെയോ -4 into 3 -12 വന്നു അല്ലെ. സോ -26W. -2x into -2 അപ്പൊ നമുക്ക് +4x എന്ന് വന്നു. ഇവിടെ -9 into 3 27. അപ്പൊ 4 - 27 അതായത് -23x എന്ന് വരും. വൈയുടെ ടേംസിന് എന്ത് സംഭവിക്കും? ഇവിടെ 3 into -2 -6, ഇവിടെ -2 into 3 അത് +6 വരും. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഡിവൈഡഡ് ബൈ 7w -2x + 3y whole square. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. ഇപ്പൊ കോഷ്യന്റ് റൂള് മാത്രം വരുന്ന പ്രോബ്ലംസ് ഇത്രയൊക്കെയാണുള്ളത്. ചെയ്യാമല്ലോ അല്ലെ. ഇനി അടുത്തത് റൂൾസിന്റെ കോമ്പിനേഷനിലേക്ക് കടക്കാം. അതിനു മുമ്പ് പവർ റൂളിന്റെ സ്പെസിഫിക് എക്സാമ്പിൾസ് ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്തത് വരുന്നത് പവർ റൂള്. പവർ റൂളും അതവിടെ നമ്മളൊരു ചെയിൻ റൂൾ ഇഫക്റ്റ് ആണ് വരുന്നത്. ജനറലൈസ്ഡ് പവർ റൂൾ ആണിത്. ജനറലൈസ്ഡ് പവർ റൂൾ പറയുന്നത് എന്താണ്? സെറ്റ് ഈക്വൽ ടു f(x) റേസ് ടു n എന്നാണെങ്കിൽ, f(x(y) റേസ് ടു n ആണെങ്കിൽ dou(z) by dou(x) ഈക്വൽ ടു n into f(xy) റേസ് ടു n minus 1 into f-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x, dou(f) by dou(x). ശരിക്കും പവർ റൂളും ചെയിൻ റൂളും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ജനറലൈസ്ഡ് പവർ റൂൾ എന്ന് പറയുന്ന ഈ റൂള് കിട്ടുന്നത്. നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആദ്യം കണ്ടുപിടിക്കാം. zx ഈക്വൽ ടു പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ 6x - 7y ഹോൾ ക്യൂബ് ആണ്. സോ 3 into 6x - 7y ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനി എന്ത് വേണം? ഈ 6x - 7yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x വേണം. ഇവിടെ ഫസ്റ്റ് ടേമിൽ മാത്രമേ x ഉള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് 6 എന്ന് കിട്ടും. ഈക്വൽ ടു 3 into 6 18 into 6x - 7y ഹോൾ സ്ക്വയർ. വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ. zy ഈക്വൽ ടു, വീണ്ടും തുടക്കത്തെ ടേം ഇത് തന്നെ വരും അല്ലെ. 3 into 6x - 7y ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനിയാണ് ഡിഫറൻസ് വരുന്നത്. 6x - 7yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇവിടെ yയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള -7 എന്ന് വരും. 3 into -7 -21 into 6x - 7y ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് പവർ റൂളിന്റെ തന്നെ ഇതിന്റെ ഉള്ളില് കൂടി പവർ വന്നാൽ എന്ത് വരും എന്നുള്ളതാണ്. 2x raised to 4 plus 9y square whole raised to 5. ഓക്കെ, zx ഈക്വൽ ടു whole raised to 5 എന്നാണ്. അപ്പൊ നമുക്ക് എന്താ വരിക? 5 into 2x raised to 4 plus 9y square whole raised to 4 എന്ന് വന്നു. ഇനി എന്ത് വേണം? ഈ 2x raised to 4 plus 9y square വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x ഉള്ളത് ഒരു ടേമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കോൺസ്റ്റന്റ് ഇൻറ്റു x raised to 4ന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 4x cube എന്ന് വരും അല്ലെ. സോ 2 into 4 8, അപ്പൊ 8x cube ഈക്വൽ ടു 5 into 8 40x cube into 2x raised to 4 plus 9y square whole raised to 4. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x വരുന്നത്. zy ഈക്വൽ ടു ഫസ്റ്റ് ടേം അതുപോലെ തന്നെ വരും അല്ലെ. ജനറലൈസ് പവർ റൂളില് തുടക്കത്തിലെ ടേമിന് ഒരു വ്യത്യാസവുമില്ല. 5 into 2x raised to 4 plus 9y square whole raised to 4 into, അടുത്തതിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ എനിക്ക് ചെയ്യേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. ഫസ്റ്റ് ടേമില് y ഇല്ല. സെക്കൻഡ് ടേമിന് ഡെറിവേറ്റീവ് വരുമ്പോൾ 9 കോൺസ്റ്റന്റ്, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y എന്ന് വരും. അപ്പൊ 9 into 2y അതായത് 18y എന്ന് വരും. ഈക്വൽ ടു 5 into 18 90y into 2x raised to 4 plus 9y square whole raised to 4. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. ഇനി പവർ റൂളിലും എന്ത് സംഭവിക്കാം? രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ w, x, y അങ്ങനെ 3 വേരിയബിൾസ് വരുന്നുണ്ട്.
ആദ്യം പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹോൾ റേസ് ടു 4 എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4 into 4w cube minus 7x raised to 5 plus 8y square whole raised to 3. 4 minus 1, 3 into ഇതിനകത്തുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു ചെയ്യണം. അപ്പൊ 4 into w ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 3w square എന്ന് വരും. ഓക്കെ, സോ 4 into 3, 12w square equal to 4 into 12, 48w square into 4w cube minus 7x raised to 5 plus 8y square whole cube. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റ് ടേം സെയിം തന്നെ വരും അല്ലെ. 4 into 4w cube minus 7x raised to 5 plus 8y square whole cube into ഈ അകത്തുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ഈ രണ്ട് ടേംസിലും എക്സ് ഇല്ല, ഈ ഒരു ടേം മാത്രമേ എനിക്ക് എടുക്കുള്ളൂ. -7 into x raised to 5ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 5x raised to 4 എന്ന് വരും. അപ്പൊ -7 into 5 അതായത് -35x raised to 4 എന്നാണ് വരിക. ഈക്വൽ ടു 4 into -35 അതായത് -140x raised to 4 into ബ്രാക്കറ്റിലുള്ള ടേം അതുപോലെ തന്നെ എഴുതുക. 4w cube plus 7x raised to 5 plus 8y square whole cube. ഒരു പാർഷ്യൽ ഡെറിവേറ്റീവും കൂടി അവിടെ വരും അല്ലെ. zy ഈക്വൽ ടു ഫസ്റ്റ് ടേം അതുപോലെ തന്നെ 4 into 4w cube minus 7x raised to 5 plus 8y square whole cube into ഇതിനകത്തുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. 8 into y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y എന്ന് വരും. അതായത് 16y ഈക്വൽ ടു 4 into 16, 64y into 4w cube minus 7x raised to 5 plus 8y square whole. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുന്നത്. ഇനി എക്സ്പോണന്റ് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോബ്ലം ഒരു രണ്ടെണ്ണം ചെയ്യാം. സെറ്റ് ഈക്വൽ ടു 9e raised to 4xy. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ e raised to f of x എന്നാണ്, e raised to f of xy എന്നാണ് ഫംഗ്ഷൻ വരുന്നത് എങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു e raised to f of xy അതുപോലെ തന്നെ വരും ഇൻറ്റു ഈ എഫ് ഓഫ് എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എഴുതണം. ഇങ്ങനെയാണ് നമുക്ക് എക്സ്പോണന്റ് റൂള് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതണം, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ 9e raised to 4xy അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു എക്സ്പോണന്റിന്റെ പവറിൽ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ഇവിടെ പവറിൽ വരുന്നത് എന്താണ്? 4xy എന്നാണ്. ഈ 4xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. അപ്പൊ 4ഉം y-യും കോൺസ്റ്റന്റ് ആണ്. സോ 4y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ. സോ ഇൻറ്റു 1 എന്ന് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ 9 into 4 36y ഇൻറ്റു e raised to 4xy. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത്. ഇനി ഡോ സെറ്റ് ബൈ ഡോ വൈ എന്ത് വരും? അവിടെയും തുടക്കം സെയിം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. 9 into e raised to 4xy അത് അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. 4x കോൺസ്റ്റന്റ് ആണ്, y-യുടെ ഡെറിവേറ്റീവ് 1 വരും ഈക്വൽ ടു 36x e raised to 4xy. ഇവിടെ ഇയുടെ പവറില് 4xy എന്നുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയിരുന്നു അല്ലെ. എപ്പോഴും അങ്ങനെ വളരെ സിമ്പിൾ ആയ ഫംഗ്ഷൻ ആവണമെന്നില്ല, എന്തെങ്കിലും കോമ്പിനേഷൻസ് വരാം, പവർ ഒക്കെയുള്ള ഫംഗ്ഷൻ വരാം. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. z ഈക്വൽ ടു e raised to 2x plus 7y. സോ zx ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതണം. സോ e raised to 2x plus 7y എന്ന് വരും ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്
2x പ്ലസ് 7y. 2xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2 വരും. 7y എക്സ് ഇല്ല അല്ലെ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ പ്ലസ് 0 എന്നാണ്. അപ്പൊ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു 2e റേസ് ടു 2x പ്ലസ് 7y എന്ന് വരും. ഓക്കെ, ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e റേസ് ടു 2x പ്ലസ് 7y ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. 2xന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ 0 പ്ലസ് 7yയുടെ ഡെറിവേറ്റീവ് 7. 0 പ്ലസ് 7 എന്നുള്ളതിന് പകരം എനിക്ക് വെറുതെ 7 എന്ന് എഴുതിയാലും മതി. 7 ഇൻറ്റു e റേസ് ടു 2x പ്ലസ് 7y എന്ന് വരും. ഇനി അതിൽ തന്നെ നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത പോലെ ഇതുവരെയുള്ളതിലൊക്കെ 2 വേരിയബിൾ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് 3 വേരിയബിൾ വരുന്ന ടൈപ്പ് എക്സ്പോണന്റിന്റെ പ്രോബ്ലം. 3 വേരിയബിൾ വരുമ്പോൾ എനിക്ക് 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരും. z w ഈക്വൽ ടു ഈ ഫംഗ്ഷൻ ആദ്യം അതുപോലെ തന്നെ എഴുതണം അല്ലെ. 25 e റേസ് ടു 5w മൈനസ് 8x പ്ലസ് 3y ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w. ഇവിടെ ഈ ടേമിൽ മാത്രമേ w ഉള്ളൂ അല്ലെ, അപ്പൊ ഇൻറ്റു 5 എന്ന് വരും. ഈക്വൽ ടു 25 ഇൻറ്റു 5 125 e റേസ് ടു 5w മൈനസ് 8x പ്ലസ് 3y എന്ന് വരും. zx ഈക്വൽ ടു ഫംഗ്ഷൻ അതുപോലെ തന്നെ ഒരു തവണ എഴുതണം. സോ 25 ഇൻറ്റു e റേസ് ടു 5w മൈനസ് 8x പ്ലസ് 3y ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് ഉള്ള ഒരു ടേം ആണ് വരുന്നത്. അപ്പൊ മൈനസ് 8xന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, മൈനസ് 8 എന്ന് വരും. ഈക്വൽ ടു 25 ഇൻറ്റു മൈനസ് 8. 25 ഇൻറ്റു 8 200, ഒരു മൈനസ് സൈനും ഉണ്ട്. സോ 200 e റേസ് ടു 5w മൈനസ് 8x പ്ലസ് 3y. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ഈക്വൽ ടു ഫംഗ്ഷൻ ഒരു തവണ അതുപോലെ തന്നെ എഴുതുന്നു ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. ഇവിടെ ന്യൂമറേറ്ററിൽ y വരുന്ന ഒരു ടേമേ ഉള്ളൂ. അപ്പൊ 3yയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് 3 എന്ന് വരും. ഈക്വൽ ടു 3 e റേസ് ടു 5w മൈനസ് 8x പ്ലസ് 3y എന്ന് വരും. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തത് എക്സ്പോണന്റിന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് ആയിരുന്നു. ഇനി നമുക്ക് ഒരെണ്ണവും കൂടിയാണ് അതിൽ വരുന്നത് അല്ലെ, ലോഗരിതമിക് ഫങ്ഷൻസ്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോമ്പിനേഷൻസിലേക്ക് കടക്കാറാവും. അപ്പൊ ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് z ഈക്വൽ ടു ലോഗ് 4x പ്ലസ് 9y. നമ്മുടെ റൂള് പറയുന്നത് എന്താണ്, z ഈക്വൽ ടു ലോഗ് f ഓഫ് xy എന്നാണെങ്കിൽ ഡോ z ബൈ ഡോ x ഈക്വൽ ടു ലോഗിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതിനെ 1 ബൈ എന്ന് എഴുതണം. സോ 1 ബൈ f ഓഫ് xy ഇൻറ്റു ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം. സോ ഡോ f ബൈ ഡോ x എന്ന് വരും. ഇത് തന്നെ y-ക്കും വരും. ഓക്കെ, ആദ്യം നമുക്ക് zx കണ്ടുപിടിക്കാം. zx ഈക്വൽ ടു ആദ്യം എന്താ ചെയ്യേണ്ടത്, 1 ബൈ ലോഗരിതത്തിനുള്ളിൽ എന്താണോ ഉള്ളത് അത് എഴുതണം അല്ലെ. സോ 4x പ്ലസ് 9y ഇൻറ്റു ന്യൂമറേറ്റർ അല്ല, ഈ ലോഗിന്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. അപ്പൊ 4x പ്ലസ് 9yനെ എനിക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ 4x എന്നുള്ളത് കൊണ്ട് 4 വരും, 9yയുടേത് 0 ആയിട്ട് പോകും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 4 ബൈ 4x പ്ലസ് 9y. ഇതാണ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത്. zy ഈക്വൽ ടു 1 ബൈ 4x പ്ലസ് 9y ഇൻറ്റു 4x പ്ലസ് 9yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ എനിക്ക് 9 എന്ന് കിട്ടും അല്ലെ. സോ 9 ബൈ 4x പ്ലസ് 9y എന്നാണ് ആൻസർ വരിക. വീണ്ടും ലോഗിന്റെ തന്നെ, ലോഗിന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷനിൽ പവർ ഒക്കെ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. zx ഈക്വൽ ടു 1 ബൈ ലോഗിനുള്ളിൽ എന്താണോ അത്, അതായത് എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ അവിടെ എന്താ വരിക, 3x സ്ക്വയർ എന്ന് വരും. സോ 3x സ്ക്വയർ ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ എന്നാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത്. ഇനി zy ഈക്വൽ ടു 1 ബൈ ലോഗിനുള്ളിലുള്ളത് അതുപോലെ തന്നെ എഴുതി ഇൻറ്റു
ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഇവിടെ y സ്ക്വയർ ആണ് y ഉള്ള ടേം വരുന്നത്. അതിന്റെ ഡെറിവേറ്റീവ് 2y ഈക്വൽ ടു 2y ബൈ എക്സ് ക്യൂബ് പ്ലസ് y സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ലോഗിന്റെ തന്നെ 3 വേരിയബിൾസ് വരുന്ന ഒരു എക്സാമ്പിൾ. zx ഈക്വൽ ടു 1 ബൈ ലോഗിനുള്ളിൽ എന്താണോ അത് അല്ലെ, അതായത് w റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 5 ഇൻറ്റു y ക്യൂബ് എന്ന് വരും. ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു w ചെയ്യണം. അപ്പൊ ഇവിടെ എക്സ് റേസ് ടു 5ഉം y ക്യൂബും ഇതൊക്കെ ഇൻറ്റു ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു ആവുമ്പോ ഡബ്ല്യുവിനെ സംബന്ധിച്ച് ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പൊ എക്സ് റേസ് ടു 5 y ക്യൂബ് എന്നുള്ള കോൺസ്റ്റൻസ് അങ്ങനെ തന്നെ വന്നു. ഇൻറ്റു w റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് അതെന്താ വരിക, 4w റേസ് ടു 3 എന്ന് വരും. ഈക്വൽ ടു ഇവിടെ നേരത്തെ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ, പ്ലസിന് പകരം ഇടയ്ക്ക് പ്രോഡക്റ്റ് വന്നത് കൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. എക്സ് റേസ് ടു 5 മുകളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോകും, y ക്യൂബ് മുകളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്തുണ്ട്, 4w റേസ് ടു 3 ഡിവൈഡഡ് ബൈ w റേസ് ടു 4 അല്ലെ. അപ്പൊ ഒന്നുകിൽ എനിക്ക് അതിനെ w റേസ് ടു 3 മൈനസ് 4 എന്ന് എഴുതിയിട്ട് w റേസ് ടു മൈനസ് 1 എഴുതാം, അല്ലെങ്കിൽ w ക്യൂബ് മുകളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോയാൽ താഴെ ഒരു w ബാക്കി വരും അല്ലെ. അപ്പൊ 4 ബൈ w എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. 4 ബൈ w ഇസ് സെയിം ആസ് 4 ഇൻറ്റു w റേസ് ടു മൈനസ് 1. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്, w റേസ് ടു 3 മൈനസ് 4 അതെവിടെ നിന്നാണ്, എക്സ് റേസ് ടു എ ബൈ എക്സ് റേസ് ടു ബി ഈക്വൽ ടു എക്സ് റേസ് ടു എ മൈനസ് ബി എന്ന് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഫസ്റ്റ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ ഈ ആൻസർ കിട്ടുന്നത് കേട്ടോ. 4 റേസ് ടു മൈനസ് w അല്ലെങ്കിൽ 4 ബൈ w എങ്ങനെ എഴുതിയാലും ഓക്കെ ആണ്. ഇനി നമുക്ക് ഇത് ZW ആണ് കേട്ടോ. ഇനി ZX ഈക്വൽ ടു വീണ്ടും ആദ്യം അത് അങ്ങനെ തന്നെ എഴുതി, 1 ബൈ w റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 5 ഇൻറ്റു y ക്യൂബ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇവരൊക്കെ കോൺസ്റ്റൻസ് ആണ് എക്സിനെ സംബന്ധിച്ച്. അപ്പൊ w റേസ് ടു 4 ഇൻറ്റു y ക്യൂബ് ഇൻറ്റു എക്സ് റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, 5x റേസ് ടു 4 എന്ന് വരും. ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ ഇവിടെ w റേസ് ടു 4ഉം y ക്യൂബും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി വരുന്നത് 5 ബൈ എക്സ്, എക്സ് റേസ് ടു 4ഉം എക്സ് റേസ് ടു 5. അപ്പൊ താഴെ ഒരു എക്സ് ബാക്കി വരും അല്ലെ. ഒന്നുകിൽ 5 ബൈ എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 5x റേസ് ടു 4 മൈനസ് 5 ചെയ്യുമ്പോൾ കിട്ടുന്ന -1, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, അടുത്തത് വിത്ത് റെസ്പെക്ട് ടു y. ZY equal to 1 by w raised to 4x raised to 5 y cube into ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. y-നെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും കോൺസ്റ്റൻസ് ആണ്. സോ w raised to 4 x raised to 5 into y ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 3y സ്ക്വയർ എന്ന് വരും. w raised to 4ഉം x raised to 5ഉം ക്യാൻസൽ ചെയ്ത് പോവും. So this is equal to ഇവിടെ ഒരു y സ്ക്വയറും y ക്യൂബും കൂടി ക്യാൻസൽ ആയാൽ 3 by y or equivalently 3 raised to 3 into y raised to -1 ഇങ്ങനെയാണ് വരുന്നത്. ഈ ലോഗരിതത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവാറും തെറ്റ് വരുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ 1 by ലോഗരിതം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതും. എന്നിട്ട് നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ y w ഏതാന്ന് വെച്ചാൽ അത് ചെയ്യാണ് വേണ്ടത് അല്ലെ. അതിന് പകരം ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്ത് കോഷ്യൻ റൂള് അപ്ലൈ ചെയ്ത് വെക്കും. നമുക്ക് ആ 1 by എന്ന് എഴുതി കഴിയുമ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് ലോഗരിതം വരുന്ന പ്രോബ്ലംസ് മിക്ക ആൾക്കാരും തെറ്റിക്കാറ്. അപ്പൊ നിങ്ങൾ ആരും അങ്ങനെ തെറ്റിക്കരുത്. 1 by എന്ന് പറഞ്ഞ ലോഗരിതത്തിന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് അല്ല ഞാൻ എടുക്കുന്നത്, ഈ ഫംഗ്ഷൻ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്.